We are continuing the topic, the digestive system of rabbit. Next is feeding and digestion. Rabbit is herbivorous in habit. It feeds on grasses, cereals, green leaves, etc. It cut their food with the help of their incisors and their mobile lips then transfer the food into the oral cavity. റാബിറ്റിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഹെർബിവോറസ് ആയിട്ടുള്ള ഡയറ്റാണ്. അവർ മെയിൻലി ഗ്രാസസും സിറിയൽസും ഗ്രീൻ ലീവ്സ് ഒക്കെയാണ് ഫീഡ് ചെയ്യുന്നത്. അവരവരുടെ ഇൻസിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫുഡിനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ മൊബൈൽ ലിപ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് ഓറൽ കാവിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ ബക്കൽ കാവിറ്റി, കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റൊമക് ആൻഡ് ഇസ് കംപ്ലീറ്റഡ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബക്കൽ കാവിറ്റിയിലും ദെൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റൊമക്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിലുമാണ്. ഡൈജഷൻ ഇൻവോൾവ്സ് മെയിൻലി ടു പ്രോസസ് and they are mechanical and chemical process. In mechanical process, food is broken down into small particles by cutting, chewing, rolling, etc. But in chemical part, it involves the breakdown of large molecules to simple units by the action of enzymes. ഡൈജഷന് രണ്ട് പ്രോസസ്സാണുള്ളത്, മെക്കാനിക്കൽ പ്രോസസ്സും കെമിക്കൽ പ്രോസസ്സും. മെക്കാനിക്കൽ പ്രോസസ്സിൽ ച്യൂയിങ്ങും കട്ടിങ്ങും ഒക്കെ വഴിയായിട്ട് ഫുഡിനെ സ്മോൾ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കെമിക്കൽ പ്രോസസ് അവിടെ എൻസൈംസിൻ്റെ ആക്ഷൻ വഴി ലാർജ് മോളിക്യൂൾസിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 3 മേജർ സ്റ്റേജസ് കോൾഡ് ബക്കൽ ഓർ ഓറൽ ഡൈജഷൻ ഇൻ ബക്കൽ കാവിറ്റി, gastric digestion in stomach and intestinal digestion in intestine. ഡൈജഷൻ 3 സ്റ്റേജിലാണ് കംപ്ലീറ്റ് ആവുന്നത്. ബക്കൽ ഡൈജഷൻ നടക്കുന്നത് ബക്കൽ കാവിറ്റിയിൽ, ദെൻ ഗ്യാസ്ട്രിക് ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിൽ ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ നടക്കുന്നത് ഇൻറ്റസ്റ്റൈനിൽ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡൈജഷൻ ഈസ് ബക്കൽ ഡൈജഷൻ. ബക്കൽ ഡൈജഷൻ ഇൻവോൾവ്സ് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്. മെക്കാനിക്കൽ പ്രോസസ് ഇൻവോൾവ്സ് മാസ്റ്റിക്കേഷൻ, insalivation and moistening. Mastication is the breakdown of food into small pieces with the help of premolars and molars. ഡൈജഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ബക്കൽ ഡൈജഷൻ. ബക്കൽ ഡൈജഷനിൽ 2 പ്രോസസ്സ് ഉണ്ട്, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്. അതിൽ മെക്കാനിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സാണ് മാസ്റ്റിക്കേഷൻ, ഇൻസലൈവേഷൻ ആൻഡ് മോയിസ്റ്റനിങ്. മാസ്റ്റിക്കേഷൻ മീൻസ് ച്യൂയിങ് ആണ്. ഫുഡിന് ച്യൂ ചെയ്തിട്ട് സ്മോൾ പീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും with the help of premolars and molars. And insalivation is the mixing of the food with the saliva. ഫുഡിനെ സലൈവയായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസലൈവേഷൻ. ആൻഡ് മോയിസ്റ്റനിങ് ഓഫ് ദ ഫുഡ് ഈസ് എഫക്റ്റഡ് ബൈ മ്യൂക്കസ്. മ്യൂക്കസ് ആയിട്ട് ഫുഡ് മിക്സ് ചെയ്യുമ്പോഴാണ് മോയിസ്റ്റനിങ് നടക്കുന്നത്. ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് കെമിക്കൽ ഡൈജഷൻ. It takes place by the action of salivary amylase, which partly break down carbohydrate to dextrins and maltose. കാർബോഹൈഡ്രേറ്റ്സിനെ ഡെക്സ്ട്രിൻസും മാൾട്ടോസും ആക്കി കൺവേർട്ട് ചെയ്യുന്നത് സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ആൻഡ് ദിസ് പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് ഡൈജസ്റ്റഡ് ബൈ സലൈവറി അമൈലേസ് ഇസ് കോൾഡ് ബോളിസിസ്. ഇറ്റ് ഈസ് ദെൻ സ്വാലോഡ് ആൻഡ് ദിസ് ഇസ് കോൾഡ് deglutition. Next stage of digestion is gastric digestion that takes place in stomach and it also involves mechanical and chemical process. The mechanical process is called kerning. Kerning is the pressing and rolling of food by powerful peristaltic movements of the stomach wall and it is called a mixing valves. Peristaltic movement is the movement of food through esophagus. Kerning results in the mashing and maceration of the food and the mixing of food with the gastric enzymes. Gastric digestion മെക്കാനിക്കൽ പ്രോസസ്സും കെമിക്കൽ പ്രോസസ്സും ഉണ്ട്. ഗ്യാസ്ട്രിക് ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ്. മെക്കാനിക്കൽ പ്രോസസ്സാണ് കേണിങ്. കേണിങ്ങിൽ ഫുഡിൻ്റെ റോളിങ്ങും പ്രസ്സിങ്ങും ആണ് നടക്കുന്നത് ത്രൂ പവർഫുൾ പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ്സ്. ഫുഡ് ഈസോഫാഗസിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെൻ്റ് ആണ് പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ്സ്. സോ അതിനെ മിക്സിംഗ് വേവ്സ് എന്ന് വിളിക്കുന്നു. കേണിങ്ങിൻ്റെ സമയത്ത് ഫുഡും ഗ്യാസ്ട്രിക് എൻസൈംസും തമ്മിലുള്ള മിക്സിംഗ് നടക്കും. The chemical part of gastric digestion involves the action of gastric juice which contains mucin, hydrochloric acid and gastric enzymes such as pepsin and gastric lipase. And here mucin
moistens the food and also protects the stomach wall from corrosive action of hydrochloric acid and gastric enzymes. Hydrochloric acid disintegrates the food, kills the bacteria in the food, stops the action of swallowed saliva, activates gastric enzymes and provides an acidic medium for the action of gastric enzymes. ഗ്യാസ്ട്രിക് ഡൈജഷനിലെ കെമിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഫുഡും ഗ്യാസ്ട്രിക് ജ്യൂസും ആയിട്ടുള്ള മിക്സിംഗ് ആണ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ് മ്യൂസിനും ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ ഗ്യാസ്ട്രിക് എൻസൈംസ് ആയിട്ടുള്ള പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. സോ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള മ്യൂസിനാണ് ഫുഡിന് മോയിസ്റ്റൻ ചെയ്യുന്നത്. ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കൊറോസീവ് ആക്ഷനിൽ നിന്നും സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ മ്യൂസിനാണ്. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഫുഡിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനും അതേപോലെ ഫുഡിലുള്ള ബാക്ടീരിയനെയൊക്കെ കില്ല് ചെയ്യുന്നതും ദെൻ സ്വാലോഡ് സലൈവേൻ്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കാരണം ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ടാണ് സലൈവറി അമിലേസ് വെച്ചിട്ടുള്ള ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഒരു ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് HCl ആണ്. Then HCl also activates gastric enzymes and provides an acidic medium for the action of gastric enzymes. So HCl എന്ന് പറയുമ്പോൾ ആസിഡ് ആണ്. സോ ഗ്യാസ്ട്രിക് എൻസൈംസ് ആസിഡിക് മീഡിയത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ആസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ HCl ആണ്. Gastric enzymes are functional only in acidic medium. So this acidic medium is provided by hydrochloric acid. By the action of pepsin, proteins are converted into proteases and peptones. And by the action of lipase, fats are break down to fatty acids and glycerol. The partly digested food in the stomach is known as chyme. The third stage of digestion is intestinal digestion. Intestinal digestion is enzymatic. In intestinal digestion, the chyme that is formed as a result of gastric digestion reaches the small intestine and it is then acted upon by bile and pancreatic and intestinal enzymes. എൻസൈംസിൻ്റെ ഹെൽപ്പോടുകൂടിയായിട്ടാണ് ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ നടക്കുന്നത്. ഇൻറ്റസ്റ്റൈനൽ ഡൈജഷനിൽ ഗ്യാസ്ട്രിക് ഡൈജഷനിൽ ഫോം ചെയ്തിട്ടുള്ള കൈം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിയിട്ട് ബൈലും പാൻക്രിയറ്റിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യും. Bile is an alkaline secretion. It neutralizes the acidity of chyme and emulsifies fats and helps the intestinal absorption of fats and fat-soluble vitamins. Chyme is acidic in nature. So this bile is alkaline in nature. So this bile neutralizes the acidity of chyme. Bile എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സെക്രീഷൻ ആണ്. ഗ്യാസ്ട്രിക് ഡൈജഷനിൽ ഫോം ചെയ്തിട്ടുള്ള കൈം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ ആക്ഷൻ വഴി ഫോം ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. സോ ഈ ആൽക്കലൈൻ ആയിട്ടുള്ള ബൈല് ഈ കൈമിൻ്റെ അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യും. അതേപോലെ ഫാറ്റിൻ്റെ എമൽസിഫിക്കേഷൻ നടത്തും. ദെൻ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് തന്നെ ഫാറ്റിനെയും ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. സോ ബൈൽ helps the intestinal absorption of fats and fat-soluble vitamins such as vitamin A, D, E and K. Then bile contains 3 bile salts and they are sodium bicarbonate, sodium glycolate and sodium taurocholate. Of this bile salts, sodium bicarbonate neutralizes the acidity of chyme and makes it alkaline. It is only in this alkaline condition the pancreatic and intestinal enzymes can act on the food. Sodium bicarbonate എന്ന് പറഞ്ഞ ബൈൽ സോൾട്ട് ആണ് കൈമിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്തിട്ട് കൈമിനെ ആൽക്കലൈൻ ആയിട്ട് മാറ്റുന്നത്. ബിക്കോസ് പാൻക്രിയറ്റിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ എൻസൈംസിന് ആൽക്കലൈൻ മീഡിയത്തിൽ മാത്രമേ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The other 2 bile salts, that is sodium glycolate and sodium taurocholate, split up large fat globules to small fat droplets and thus emulsifies fat. സോഡിയം ഗ്ലൈക്കോലേറ്റും സോഡിയം ടോറോക്കോലേറ്റും ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോൾ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റും. ആൻഡ് ഇറ്റ് എമൽസിഫൈസ് ഫാറ്റ്.
Pancreatic juice contains the enzyme trypsin that break down proteins to dipeptides, which is then break down into amino acid by the action of enzyme erepsin. Then polysaccharides are converted into disaccharides with the help of pancreatic amylase, and it is then acted upon disaccharases to form monosaccharides. Example for disaccharides are maltose, lactose and sucrose. Enzymes that break down disaccharides are called disaccharase. Example for disaccharase are maltase, lactase and sucrase. So maltose is a disaccharide which is acted upon by maltase and it is converted into a monosaccharide. Then lactose is a disaccharide which is acted upon by lactase and it is converted into a monosaccharide. Then sucrose is a disaccharide which is acted upon by a disaccharase known as sucrase and it is then converted into a monosaccharide. Then final breakdown of fat into fatty acids and glycerol is done by pancreatic and intestinal lipases. It is lipases that helps in the breakdown of lipids. Next is absorption and digestion. Absorption of digested food takes place in small intestine. Simple sugars, amino acids and fatty acids are mostly absorbed to blood capillaries. Glycerols and unsplit fats are absorbed to lymph vessels of the villi. Then absorption of water occurs in colon. After the absorption of all necessary materials needed for the body, there is a dry and a solid residue left out in the rectum and it is called a fecus. And periodically this fecus is passed through the anus as dry pellets and this process is called a digestion. The body of rabbit do not contain enzymes that can digest cellulose. So cellulose digestion in rabbit is carried out by symbiotic cecal bacteria. Cecal bacteria are bacteria that inhabits the cecum of rabbit. So these symbiotic cecal bacteria secretes two enzymes such as cellulase and cellobiase which aids in cellulose digestion. During the digestion of cellulose, cellulose is first converted into cellobiose by the enzyme cellulase and cellobiose is then converted into glucose by the action of enzyme cellobiase. And this whole event takes place beyond the region of actual digestion and absorption. Because of this problem, rabbit has evolved a peculiar mode of feeding known as refection or coprophagy. In this type of feeding, that is in refection or coprophagy, the freshly consumed food reaches straight into cecum without staying in stomach and intestine. And inside this cecum, the cellulose digestion occurs with the help of symbiotic cecal bacteria. And early in the next morning, the partly digested food passes out as soft fecus. Then the animal eats this fecus food and stays in the stomach and intestine for normal digestion. It will not re-enter the cecum, but it will pass on to large intestine where water is absorbed and dry fecal pellets are formed. റാബിറ്റിൽ സെല്ലോസിൻ്റെ ഡൈജഷൻ നടക്കുന്നത് അവരുടെ സീക്കത്തിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന കുറച്ച് സിംബിയോട്ടിക് ബാക്ടീരിയൻ്റെ പ്രസൻസിലാണ്. ഈ സിംബിയോട്ടിക് ബാക്ടീരിയ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന രണ്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെല്ലുലേസ് ആൻഡ് സെല്ലോബയേസ്. സോ ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയായിട്ടാണ് റാബിറ്റ് കഴിക്കുന്ന ഫുഡിലുള്ള സെല്ലുലോസ് ഡൈജസ്റ്റഡ് ആവുന്നത്. സോ ആക്ച്വൽ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്ന സൈറ്റിലല്ല സെല്ലുലോസിൻ്റെ ഡൈജഷൻ നടക്കുന്നത്. സോ റാബിറ്റിനൊരു പെക്യൂലിയർ മോഡ് ഓഫ് ഫീഡിംഗ് ഉണ്ട്, അതിനെയാണ് റിഫെക്ഷൻ അല്ലെങ്കിൽ കോപ്രോഫാജി എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ റാബിറ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി സീക്കത്തിലേക്കാണ് പാസ് ചെയ്യുന്നത്. അത് സ്റ്റൊമക്കിൽ സ്റ്റേ ചെയ്യില്ല. സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും സ്റ്റേ ചെയ്യാതെ ഫ്രഷ്ലി കഴിക്കുന്ന ഫുഡ് എത്തുന്നത് സീക്കത്തിലേക്കാണ്. സോ സീക്കത്തിൽ വെച്ചിട്ട് സെല്ലോസിൻ്റെ ഡൈജഷൻ നടക്കും. ബിക്കോസ് അവിടെ സിംബിയോട്ടിക് ബാക്ടീരിയ പ്രസൻ്റ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോടു കൂടി സെല്ലുലോസിൻ്റെ പാർഷ്യൽ ഡൈജഷൻ നടക്കും. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത്
ഫുഡ് പാർട്ടിക്കിൾസ് സോഫ്റ്റ് ഫീക്കസ് ആയിട്ട് അവർ പുറത്തേക്ക് കളയും. ദെൻ ഈ ഫീക്കൽ മാറ്റർ ആണ് ആനിമൽ പിന്നെയും ഈറ്റ് ചെയ്യുന്നത്. അതിനെ ഫീക്കസ് ഫുഡ് എന്ന് വിളിക്കും. ആൻഡ് ഈ ഫീക്കസ് ഫുഡ് സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും നോർമൽ ഡൈജഷൻ നടക്കും. അത് പിന്നെ സീക്കത്തിലേക്ക് എൻ്റർ ചെയ്യില്ല. ഫ്രഷ് ഫുഡ് മാത്രമേ സീക്കത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് സെല്ലുലോസിൻ്റെ ഡൈജഷൻ നടക്കുള്ളൂ. വൺസ് സെല്ലുലോസിൻ്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയിട്ടുള്ള സോഫ്റ്റ് ഫീക്കസ് ആണ് അനിമൽ പിന്നെയും ഫീഡ് ചെയ്തിട്ട് നോർമൽ ഡൈജഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ പാസ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദെൻ അതിനകത്തുനിന്ന് വാട്ടർ മാക്സിമം അബ്സോർബ് ചെയ്തിട്ട് ഡ്രൈ ഫീക്കൽ പെല്ലറ്റ്സ് ആയിട്ടാണ് പിന്നെ പുറത്തേക്ക് കളയുന്നത്. ആദ്യം പുറത്തു പോയത് സോഫ്റ്റ് ഫീക്കസ് ആയിരുന്നു. ദെൻ ഫീക്കസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് മാക്സിമം വാട്ടർ അബ്സോർബ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ഔട്ട് ആസ് ഡ്രൈ ഫീക്കൽ പെല്ലറ്റ്സ്. This is all about the digestive system of rabbit.